മുഹമ്മദ് ഹുസൈനെ അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. കാസർഗോഡ് ജില്ലയിൽ വെച്ച് കോടികൾ വിലമതിക്കുന്ന MDMA-യുമായി പ്രതികൾ പിടിയിലായ കേസ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെയും ക്രമസമാധാന സംവിധാനങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുകയാണ്. വെറുമൊരു സാധാരണ ലഹരിക്കടത്ത് കേസിലുപരി ഇതിനു പിന്നിൽ വൻകിട റാക്കറ്റുകളും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. പ്രതികളുടെ വിദേശയാത്രകൾ, പ്രത്യേകിച്ച് തായ്ലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിരീക്ഷിച്ചു വരികയാണ്. വിദേശത്തു നിന്നും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാസർഗോഡ് കണ്ണൂർ അതിർത്തിയായ കാലിക്കടവിൽ വെച്ചാണ് ഈ വൻ ലഹരിവേട്ട നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 140 ഗ്രാമിലധികം വരുന്ന MDMA-യുമായാണ് പ്രതികൾ പിടിയിലായത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലഹരി വിതരണം നടത്തിയ ശേഷം കാസർഗോട്ടെ ഏജന്റുമാർക്ക് ബാക്കി മദ്യം എത്തിക്കാൻ പോകുമ്പോഴാണ് ഈ സംഘം പോലീസ് കെണിയിൽ വീണത്. എന്നാൽ ഈ അറസ്റ്റിന് പിന്നിലെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന വിവരം ഇവർ സഞ്ചരിച്ച വഴികളിലെല്ലാം പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. പോലീസ് വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞപ്പോഴൊക്കെ പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ വണ്ടിയിൽ നിന്നിറങ്ങി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും തന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ കാണിച്ച പരിശോധനകളിൽ നിന്ന് തലയൂരുകയുമായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കേസിൽ മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ ടീം കോർഡിനേറ്റർ എന്നവകാശപ്പെട്ടയാളുടെ നേതൃത്വത്തിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ലഹരി കച്ചവടത്തിന്റെ വിവരമാണ് പുറത്തുവരുന്നത്. എന്നാൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ലഹരി കച്ചവടമാണ് ഇയാളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. കേരളത്തിലെ ഭരണകേന്ദ്രങ്ങളിലേക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന സോഷ്യൽ മീഡിയ വൃത്തങ്ങളിലേക്കും ലഹരി മാഫിയയുടെ വേരുകൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന അതീവ ഗൗരവകരമായ ചോദ്യമാണ് ഈ സംഭവം ഉയർത്തുന്നത്. എങ്കിലും ഈ വിവാദങ്ങളോട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ശക്തമായി നിഷേധിച്ച് അധികാരികൾ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് തായ്ലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അബ്ദുൾ സലാം നടത്തിയ യാത്രകളുടെ വിവരങ്ങൾ ഏജൻസി ശേഖരിക്കുന്നുണ്ട്. ആഗോള ലഹരി സിൻഡിക്കേറ്റുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും തായ്ലൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാരാണ് കേരളത്തിലേക്ക് രാസലഹരി എത്തിച്ചു നൽകുന്നതിൽ സഹായിച്ചതെന്നുമാണ് NCB പ്രധാനമായും അന്വേഷിക്കുന്നത്. തായ്ലൻഡിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വിമാനമാർഗമോ കൊറിയർ സർവീസുകൾ വഴിയോ ഉള്ള ലഹരിക്കടത്തുകൾക്ക് മലയാളികളായ ചില ഇടനിലക്കാർ കൂട്ടുനിൽക്കുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമിൽ ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?